ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡെസ്പറേറ്റായിട്ട് നിൽക്കുന്ന ഒരു ഒരു സൈഡ് വ്യൂ ഉള്ള ഒരു പയ്യൻ്റെ ഫേസാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മന്ത്രം പറയാന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. റഫായിട്ടുള്ളതാണെങ്കിലും എന്താ പറയുക, പ്രിപ്പറേഷൻ ആണെങ്കിലും എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അതിന് മുമ്പായിട്ട് പ്രാക്ടീസ് കമ്പൽസറി ആയിട്ട് ചെയ്യുക. ഓക്കെ. ഇന്നിപ്പോൾ ഞാൻ ഒരു വാക്കിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കാണ് തോട്ട്. നമ്മുടെ മനസ്സിൽ പലതരം തോട്ടുകൾ കയറി വരും. അറ്റ് എ ടൈം വരും, ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും, ഇല്ലെങ്കിൽ എന്താ പറയുക നോൺ സ്റ്റോപ്പായിട്ട് വരും. അങ്ങനെ തോട്ട്സ് ഇങ്ങനെ പലതരം നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. എല്ലാ വ്യക്തികളിലും ഓടിക്കൊണ്ടിരിക്കും. ഒന്ന വ്യക്തി എന്നുള്ളതല്ല, എല്ലാവരും മനസ്സിലും എന്താ പറയുക തോട്ട്സ് റൺ ചെയ്തുകൊണ്ടിരിക്കും. തോട്ട്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ നല്ല തോട്ട്സ് ഉണ്ടാവും. പിന്നെ എന്താ പറയുക ഒരു ചെറിയൊരു ഡൾനെസ് വരുന്ന ഒരു തോട്ട്സ്, പിന്നെ വളരെ മോശപ്പെട്ട തോട്ട്സുകൾ വരാം. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. നല്ല തോട്ട്സ് വരാനുള്ള ഏറ്റവും വലിയ ഒരു സജഷൻ, നമ്മൾ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനും അതുകൂടാതെ നമ്മൾ നല്ല തോട്ട്സ് വരാനും നല്ല ഒരു എനർജറ്റിക്കായി വരാനും അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരു ചെറിയൊരു സ്മെല്ല് പോലെ ഉണ്ടാകും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഒരു ഒഴുക്കുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എത്ര അഴുക്ക് അതിലുണ്ടെങ്കിലും അത് ഒഴുകി അങ്ങ് കടന്നു പോകും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ ചെറുതായിട്ട് ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ എൻഗേജ് ആയി നിൽക്കുക, പുതിയ ആൾക്കാരെ കാണുക, അതൊക്കെ അത് നമ്മുടെ ആ ഒരു നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ വരുന്ന കുറേ മോശമായ തോട്ട്സുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് പോകും. അത് കട്ട് ചെയ്ത് നമ്മളെ ഈ ഫ്രഷായ സംഭവങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പതിയും തോറും അത് പതുക്കെ പ്രസ്സായി മാറും. നമുക്കൊരു കാരണവശാലും നമുക്ക് തോട്ട്സ് എടുത്ത് കളയാൻ പറ്റില്ല നമ്മുടെ മൈൻഡിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ നിന്നോ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ചെറിയൊരു ചിന്ത ഉള്ളിൽ കയറി വരും. ഈ തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കയറി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു നെഗറ്റീവ് തോട്ട്സ് കയറി തന്നെയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം, മിക്ക ആൾക്കാരും ഞാൻ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു മോശമായ തോട്ട്സ് കയറി വരികയാണ്. ഒരു അപകടമോ എന്തെങ്കിലും ഒരു അസുഖം വരിക, എന്തെങ്കിലുമൊക്കെ ഒരു പെട്ടെന്ന് തോട്ട്സ് കയറി വരികയാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ഫ്രണ്ടിൽ എന്താ ഉള്ളത്, ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു മധുരമാണ് ഉള്ളത്. അപ്പോൾ മതിലിൽ എന്തെങ്കിലും വരച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു അലമാര, അപ്പോൾ അലമാരയുടെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ അങ്ങാടേക്ക് കണ്ണ് ഓടിക്കുകയും ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് പതുക്കെ റെഫർ ചെയ്ത് നോക്കുക. അതിപ്പോൾ ഞാനിപ്പോൾ അലമാരയുടെ അകത്ത് നോക്കുമ്പോൾ അവിടെ പെൻസിൽസ് ഉണ്ടാവും, ബുക്കുകളുണ്ടാവും, ബുക്ക് റഫായിട്ട് വെച്ചേക്കണമായിരിക്കും, ഇല്ലെങ്കിൽ ചുമ്മാ വലിച്ചു വാരി പേപ്പേഴ്സ് കാണും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതിൽ നിന്നിട്ട് അതൊന്ന് മടക്കി വെക്കണ പോലെയൊക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ വിചാരിച്ച സംഭവം, അല്ലെങ്കിൽ ആ നെഗറ്റീവ് നമ്മളിപ്പോൾ ഒരു അപകടം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയ മനസ്സിൽ, അപ്പോൾ അതങ്ങനെ മാഞ്ഞ് നമ്മൾ പിന്നെ റിഫ്രഷായിട്ട് വരും. അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അത് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് എനിക്ക് തോന്നിയേക്കണത്. കാരണം ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക എളുപ്പമായിരിക്കും. മറ്റേന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ചായ കുടിക്കാൻ പോകും, അപ്പോൾ നമുക്ക് അത്ര ടൈം എടുക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് വേറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ. അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഭയങ്കര ഒരു വിഷമമുള്ള തോട്ട്സുകൾ വരികയാണെങ്കിൽ. ഓക്കെ. വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു തോട്ട്സ് കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പോയി കുറച്ച് വെള്ളം കുടിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ വിഷ്വലൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുക. സ്വീറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്ത് വായിൽ വെച്ച് വേഗം തന്നെ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കണക്ഷൻ വിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇത് പറഞ്ഞത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു തോട്ട് ആ ടൈമിന് വന്നേ
ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് റീകോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജസ്റ്റ് പറയണേ, ഒരു ചില വ്യക്തികൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു നെഗറ്റീവ് പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര ഒരു ബാഡ് തോട്ടുകൾ, അല്ലെങ്കിൽ ഭയങ്കര മോശമായ തോട്ടുകൾ കയറി വരും. അവതാരം മഞ്ഞുണ്ടല്ലോ എന്നുള്ള ആ ഒരു മൈൻഡായിരിക്കും നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ വ്യക്തി വന്നു നമ്മളെ വേണമെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ തീരെ വില വെക്കുന്നുണ്ടാവില്ല, ഇല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്റ്റ് തന്നെ ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കൗണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ആ പുള്ളി പറയുന്ന കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് അത് നമ്മുടെ സൈഡിലെ ശരികൾ നമ്മളത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇത് പിന്നെയും റിപ്പീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും സൈലൻ്റായി പോവുക എന്നുള്ളത്. കാരണം ആ വ്യക്തി അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ആ പുള്ളിയുടെ ക്യാരക്ടർ അതാണെന്ന് നമ്മുടെ മൈൻഡിനെ നമ്മളത് പഠിപ്പിക്കണതുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ആ പുള്ളിനെ കുറിച്ചുള്ള നെഗറ്റീവ് തോട്ട്സ് അങ്ങോട്ട് നമ്മുടെ ഇന്ന് അപ്പാണെങ്കിൽ മാഞ്ഞു പോകും. ആ പുള്ളി അങ്ങനത്തെ ചില ആൾക്കാരെ കാണുമ്പോൾ ജോക്കേഴ്സ് എന്ന് പറയില്ലേ, അതായത് നമ്മൾ ജോക്കറാണ്, ചിരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ള ആ ഒരു മൈൻഡ് നമ്മുടെ ഉള്ളിൽ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കണേണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ആ പുള്ളി കാണിക്കുമ്പോൾ നമുക്ക് കുറേ കൂടി അതിൽ ഇൻവോൾവ്മെൻറ്റും വരും, അതുകൂടാതെ നമുക്ക് ചിരിക്കാനും തോന്നും. അതാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയ്ക്കുക, അല്ലെങ്കിൽ കുറേ കൂടി അകൽച്ച പാലിക്കുക. അപ്പോൾ നമ്മുടെ ഔട്ടർ ഏകദേശം, അല്ലെങ്കിൽ ഒരു സ്കെച്ചിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, ഇനി കുറച്ച് ബ്ലെൻഡിങ് ഉണ്ട്. ഓക്കെ, ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. നോക്കാം. ഓക്കെ, നമ്മുടെ വർക്ക് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു 4 മിനിറ്റ്. ഓക്കെ, ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. യെസ്, ഹലോ, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ, നമുക്ക് പലതരം തോട്ട്സുകൾ വരാം. അത് നമ്മൾ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടി വരും. കാരണം അത് വേറെ ആരോടും പറയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. Thanks for watching the video. Have a nice day. Bye.